കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ പ്രതിഷേധമാണ് പോലീസ് നടപടിക്കെതിരെ ഉയരുന്നത്. പുതുവൈപ്പിനിലെ പോലീസ് നടപടിയെ അംഗീകരിക്കുന്നില്ലെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ജനങ്ങളെ തല്ലിയൊതുക്കുന്നതല്ല സർക്കാരിന്റെ നയം. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ മാറ്റണം. നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തലല്ല ഗവൺമെന്റ് നയം. പുതുവൈപ്പിനിൽ നരനായിട്ട് നടത്തിയ DCP യതീഷ് ചന്ദ്രയെ സസ്പെൻഡ് ചെയ്യണമെന്ന് CPI ആവശ്യപ്പെട്ടു. ഇയാളെ സ്ഥാനത്തിരുത്തിക്കൊണ്ടുള്ള അന്വേഷണം നീതിപൂർവമാകില്ലെന്നും CPI നേതൃത്വം വ്യക്തമാക്കി. തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളിലൊരു ഇതുണ്ടാക്കുക, അവരുടെ തെറ്റായ നടപടികളെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്നത്. അത്രയും ക്രൂരത കാണിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ആ സ്ഥാനത്ത് അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് കീഴിൽ അതേ നിലയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നില്ല. അക്രമത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന നിലപാട് തനിക്കില്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനകത്ത് ഇനി ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എനിക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളില്ല. പോലീസ് നടപടിയെ AIYF സംസ്ഥാന കമ്മിറ്റി അപലപിച്ചു. യതീഷ് ചന്ദ്രയെ സസ്പെൻഡ് ചെയ്യണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.